ഹലോ ഗൈസ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു അപർണികയെ സംസാരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ അപർണിക ഗീതുവിനോട് പറയുവാണ്, ഡാഡി എൻ്റെയും കിഷോറിൻ്റെയും പേരിലാണ് എല്ലാം എഴുതി വെച്ചേക്കുന്നത്, ഞാൻ ഊരാ കുടുക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, നിയമപരമായിട്ട് പോകാൻ അതൊന്നും ഒരു തടസ്സമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപർണിക പറയുന്നുണ്ട്, നിയമപരമായിട്ട് പോകാനല്ല, ഡാഡിയെ ഓർത്തിട്ടാണ് എല്ലാം വിറ്റ് പെറുക്കിയ ഡാഡി വന്ന് ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഡാഡി ആകെ തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുവാണ് കേട്ടോ, തളരരുത്, നമ്മുടെ ലൈഫിൽ ഒരാൾ എപ്പോഴും നമ്മളെ ഹെൽപ്പിനുണ്ടാവും, അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഒരാൾ വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് ഗീതുവിൻ്റെ പഴയ കഥയും വിജയലക്ഷ്മി വന്ന കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ അപർണിക പറയുവാണ്, എൻ്റെ കുഞ്ഞായിരിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് പിരിയുവാണ്. പിന്നെ രാത്രിയിൽ നമ്മുടെ ഗീതു കുളി കഴിഞ്ഞ് വരുമ്പം സോപ്പിൻ്റെ ഷാമ്പൂൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ കൺട്രോളൊക്കെ പോയിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നിൻ്റെ മുടി ഉണങ്ങിയില്ല, മര്യാദയ്ക്ക് തോർത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതുൻ്റെ കയ്യിൽ നിന്ന് തോർത്ത് മേടിച്ച് ഗോവിന്ദ് തന്നെ തോർത്തി കൊടുക്കുവാണ് കേട്ടോ. ഇനി മര്യാദയ്ക്ക് ഒന്നും മുടി ഉണക്കിക്കോണം, അല്ലെങ്കിൽ ഇതാ നിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞ് നല്ല മുറുക്ക തോർത്തി കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതേ തോർത്തും മേടിച്ചുകൊണ്ട് ഗോവിന്ദ് പോകാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് ഗീതു മുടിയെല്ലാം കണ്ണാടി ഫ്രണ്ടിൽ വെച്ച് ഒതുക്കി വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഗീതുവിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ ഗീതു ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇതന്നെ എന്നെ വായി നോക്കിയിരിക്കുവാണോ, കുളിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ്, അതെ കുളിക്കാൻ പോവാം, ഞാൻ ഈ ഡാറ്റ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞ് പയ്യെ ഗീതുവിൻ്റെ കയ്യിലിരിക്കുന്ന തോർത്തും മേടിച്ചിട്ട് കുളിക്കാൻ പോവാണ് കേട്ടോ. കുളിക്കാൻ ചെല്ലുന്ന ഗോവിന്ദ് മനസ്സിൽ പറയുകയാണ്, കുറേ സോപ്പ് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചൊന്ന് കുളിക്കണം, ഗീതുവിനും ഇതുപോലെ എൻ്റെ മേത്തത് സ്മെല്ലൊക്കെ വരണം, തല തോർത്തണ്ട, അവൾ തോർത്തി തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തല തോർത്താണ്ട് ഇറങ്ങി വരുമ്പം നമ്മുടെ ഗീതു കൂർക്കം മടിച്ച് കിടന്നുറങ്ങുവാണ് കേട്ടോ. ഇത് കണ്ട് ഗോവിന്ദന് കലി വരുവാണ്. ഒരു ഗോവിന്ദാണെങ്കിൽ ആ പണ്ടാരം എന്നുള്ള രീതിയിൽ പുതപ്പൊക്കെ വലിച്ച് നമുക്ക് ഗീതുവിൻ്റെ മേത്തോട്ടിട്ട് കൊടുക്കാൻ നേരത്ത് ഗീതു ഗോവിന്ദൻ്റെ കയ്യിൽ കയറി കെട്ടിപ്പിടിച്ച് ഉറക്കപ്പിച്ചാണ് കേട്ടോ ഇരിക്കുവാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കൺട്രോൾ പിന്നെയും പോവുകയാണ് കേട്ടോ. ഗോവിന്ദ് പയ്യെ ഗീതുവിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ഉമ്മ കൊടുത്താലോ, ഉറക്കത്തിലല്ലേ, ഇവളറിയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കാൻ വേണ്ടി ചെല്ലുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, അത് ശരിയല്ല ചെയ്യുന്നത്, ഗീതുവിൻ്റെ സമ്മതം ഇല്ലാതെ ഗീതുവിൻ്റെ ശരീരത്ത് തൊടുന്ന ശരിയല്ല എന്ന് പറഞ്ഞ് ഗോവിന്ദ് പയ്യെ മാറിക്കിടക്കുകയാണ് കേട്ടോ. മാറിക്കിടക്കാൻ നേരത്ത് ഗീതു അങ്ങോട്ട് തിരിയുമ്പോൾ കൈ വിടുവാണ് കേട്ടോ. കൈ വിടുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇത് ഇത്രയും പെട്ടെന്ന് ഈ കൈ വിട്ടാൽ, എനിക്ക് ഈ കൈ കിട്ടിയിട്ട് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ചേർന്ന് നടന്നാലോ, അല്ലേ വേണ്ട, ചേർന്ന് നടന്നാൽ പ്രശ്നമാണെന്നും പറഞ്ഞ് ഗോവിന്ദ് മാറിക്കിടക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന അപർണിക രാത്രിയിൽ കിഷോറിൻ്റെ ഫോൺ പയ്യെ കയ്യിലെടുത്ത് അതിൽ നിന്നൊരു വീഡിയോ എടുക്കുവാണ് കേട്ടോ. രാധികാമ്മയുടെ വീഡിയോ ആണ് കിട്ടിയേക്കുന്നത്, ബാക്കി വീഡിയോയുടെ കാര്യം കാണിക്കുന്നില്ല. എന്നിട്ട് അത് അപർണികയുടെ ഫോണിലോട്ട് അയച്ചിട്ട് രാവിലെ നമ്മുടെ ഗീതുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഗീതുവിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇന്നിച്ചിരി തിരക്കാം, ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല, രാധികാമ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അന്നത്തെ വീഡിയോയുടെ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അപർണിക ഗീതുവിനോട് പറയുന്നുണ്ട്, ഞാനത് ഗീതുവിന് അയച്ചു തരാം, ഗീതു അതൊന്ന് നോക്കിക്കഴിയുമ്പോൾ ഗീതുവിന് അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും, അത് രാധികാമ്മയ്ക്കെതിരെയുള്ള ഒരു എനർജി ആയിട്ട് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ അപർണിക പറയുവാണ് കേട്ടോ. എന്നിട്ട് ഗീതു പറയുവാണ്, ഇന്ന് ഞാനിത് എന്തായാലും ഒരു തീരുമാനമാക്കും എന്നിട്ട് പറയുമ്പോൾ അപർണികയെ സപ്പോർട്ടൊക്കെ ചെയ്യുവാണ് കേട്ടോ. രാധികാമ്മേനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, രാധികാമ്മയുടെ സ്വഭാവമൊക്കെ എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കണം. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്